നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന 4 പൂരങ്ങൾ 24-ന്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് LDF മേഖലാ കമ്മിറ്റി ഓഫീസുകൾ പ്രവർത്തനം തുടങ്ങി. കനത്ത ചൂട്, തൊഴിലാളികളുടെ പ്രവൃത്തി സമയം പുനഃക്രമീകരിച്ചു. ഒന്നാം വിള നെല്ല് സംഭരണം 70% തുകയും കർഷകർക്ക് നൽകി. വാർത്തകൾ വിശദമായി. ജില്ലയിലെ അതിപ്രശസ്തമായ 4 പൂരങ്ങൾ 24-ന്. ജില്ലയിലെ പ്രശസ്തമായ 4 പൂരങ്ങൾ ഒരേ ദിവസം ജനലക്ഷങ്ങൾക്ക് ആസ്വാദകരമാകുവാൻ എത്തുന്നുവെന്നതാണ് ഈ ആഴ്ചത്തെ പ്രത്യേകത. ചിനക്കത്തൂർ പൂരം, മണ്ണാർക്കാട് പൂരം, വായില്യംകുന്ന് പൂരം, പാടൂർ വേല എന്നിവയെല്ലാം 24-നാണ്. സാധാരണ ചിനക്കത്തൂർ പൂരവും മണ്ണാർക്കാട് പൂരവും ഒരേ ദിവസം വരാറുണ്ടെങ്കിലും ജില്ലയിലെ 4 ഭാഗങ്ങളിലായി നടക്കുന്ന ഈ ഉത്സവങ്ങൾ ഒരേ ദിവസം വരുന്നത് അത്യപൂർവമാണ്. സംസ്ഥാനത്തെ തലയെടുപ്പുള്ള ഗജവീരന്മാരും മേളപ്രമാണിമാരും 4 പൂരങ്ങളിലും അണിനിരക്കും. 3 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വടക്കന്തറ വേല മാർച്ച് 8-നാണ്. പുതുശ്ശേരി വെടിവെപ്പും കല്ലേപ്പുള്ളി കുമ്മാട്ടിയും 24-നാണ്. ജില്ലയിൽ ഒരേ ദിവസം ഇത്രയധികം ആനകൾ എഴുന്നള്ളിക്കാൻ എത്തുന്നതും ആദ്യമായാണ്. വള്ളുവനാട്ടിലെ പ്രധാന ഉത്സവമായ ചിനക്കത്തൂർ പൂരത്തിന് 7 ദേശങ്ങളിലായി 27 ആനകളാണ് എഴുന്നള്ളത്തിന് ഇത്തവണ അണിനിരക്കുക. 400 കലാകാരന്മാർ പഞ്ചവാദ്യത്തിനും പാണ്ഡിമേളത്തിനായി 350 പേരും എത്തും. 29-ന് മണപ്പുള്ളിക്കാവ് വേലയും എത്തുന്നതോടെ നഗരവാസികൾക്കൊപ്പം ഉത്സവ പ്രേമികളും ആനന്ദത്തിലാണ്. പൂര കച്ചവടക്കാർ, കലാകാരന്മാർ, സൗണ്ട്, പന്തൽ വർക്കുകൾ ചെയ്യുന്നവരെല്ലാം വൻ പ്രതീക്ഷയിലാണ്. മാറുന്ന കാലത്തിനൊപ്പം ഘോഷയാത്രകളിലെ വേഷങ്ങളും വെളിച്ചങ്ങളുമെല്ലാം ഡിജിറ്റലായി മാറിക്കഴിഞ്ഞു. LED മുതൽ DJ സൗണ്ട് വരെ വണ്ടി വേഷങ്ങളിൽ ഉത്സവങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. തെരുവത്ത് പള്ളി നേർച്ച കഴിഞ്ഞെങ്കിലും കാളിയാറോട് നേർച്ചയും അമ്പങ്കുന്ന് നേർച്ചയും പട്ടാമ്പി നേർച്ചയും ഒക്കെ ഉത്സവപ്രേമികൾക്കായി സമാഗതമാവുകയാണ്. ഉത്സവകാലമായതോടെ പെരുവമ്പിലെ മിഠായി ഗ്രാമവും വിവിധതരം മിഠായികളുടെ നിർമ്മാണ തിരക്കിലാണ്. ഉത്സവകാലങ്ങളിൽ സംസ്ഥാനത്തു തന്നെ അറിയപ്പെടുന്ന കലാകാരന്മാർ, ഗാനമേളക്കാർ, സംഗീതജ്ഞർ എന്നിവരും കേരളത്തിലെ പ്രശസ്ത ഗജവീരന്മാരായ നെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പാമ്പാടി രാജൻ, കുറുപ്പത്ത് ശിവശങ്കരൻ, മുള്ളത്ത് ഗണപതി, പാമ്പാടി സുന്ദരൻ, ആത്തിക്കാവ് കാർത്തികേയൻ, മാപ്പാട്ട ജയറാം, നായരമ്പലം രാജശേഖരൻ, എഴുത്തുപുരയ്ക്കൽ ദേവിപ്രസാദ്, കുട്ടൻകുളങ്ങര ജനാർദ്ദനൻ, കുട്ടൻകുളങ്ങര അർജുനൻ തുടങ്ങിയ തലയെടുപ്പുള്ള ഗജവീരന്മാർ ഈ ദിവസങ്ങളിൽ എത്തുന്നതും ആനപ്രേമികൾക്ക് ആവേശമാണ്. കത്തിയെരിയുന്ന കുംഭമീന മാസങ്ങളിലെ പകൽച്ചൂടിനെ വകവയ്ക്കാതെ നാടും നഗരവും ആഘോഷ തിരക്കിലാവുകയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നടക്കുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. LDF വെണ്ണക്കര ലോക്കൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. LDF ലോക്കൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വെണ്ണക്കര LDF ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. പാലക്കാട് LDF മണ്ഡലം സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MLA KK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ്,
NCP മണ്ഡലം പ്രസിഡന്റ് കബീർ വെണ്ണക്കര, CPIM വലിയങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M വിപിൻദാസ്, നഗരസഭാ കൗൺസിലർ സലീന ബീബി എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. വെണ്ണക്കര തെരഞ്ഞെടുപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ സ്വാഗതവും N ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. തൊഴിലാളികളുടെ പ്രവൃത്തി സമയം പുനഃക്രമീകരിച്ചു. പകൽ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രവൃത്തി സമയം പുനഃക്രമീകരിച്ച് ഉത്തരവായി. ഏപ്രിൽ 30 വരെയാണ് ലേബർ കമ്മീഷൻ ഉത്തരവിന് പ്രാബല്യം. വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ വിശ്രമം ആയിരിക്കും. ഇവരുടെ ജോലി സമയം രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തുന്നു. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12-ന് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകുന്നേരം 3-ന് ആരംഭിക്കുന്ന തരത്തിലും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഒന്നാം വിളയ്ക്ക് സപ്ലൈകോയ്ക്ക് നെല്ലളന്ന 70% കർഷകർക്കും തുക അക്കൗണ്ടിലെത്തി. 29,219 കർഷകരിൽ നിന്ന് ഇത്തവണ 65,148 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. 184.9 കോടി രൂപയാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. 129 കോടി രൂപ ഇതിനകം കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തി. സപ്ലൈകോ കർഷകരുടെ പട്ടികയും നൽകാനുള്ള മുഴുവൻ തുകയും ബാങ്കുകൾക്ക് കൈമാറിയിട്ടുണ്ട്. 320 കോടി രൂപയാണ് വിതരണത്തിനായി കൈമാറിയിട്ടുള്ളത്. എന്നാൽ ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മെല്ലെപ്പോക്കാണ് തുക വൈകിപ്പിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. സോഫ്റ്റ്വെയർ തകരാറാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്നാണ് ബാങ്കുകളുടെ വിശദീകരണം. ഒന്നാം വിള തുക വിതരണത്തിനൊപ്പം തന്നെ രണ്ടാം വിള സംഭരണവും രജിസ്ട്രേഷനും പുരോഗമിക്കുന്നു. രണ്ടാം വിളയിൽ ഇതുവരെ 1246.654 മെട്രിക് ടൺ നെല്ലെടുത്തു. കൊയ്ത്ത് 27% ആയിട്ടുള്ളൂ. പാലക്കാട്, ആലത്തൂർ താലൂക്കുകളിൽ നിന്നാണ് സംഭരണം ആരംഭിച്ചത്. 56,472 കർഷകർ നെല്ലെടുപ്പിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തവരുടെ അപേക്ഷകളിൽ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് സ്ഥിരീകരണം നടത്തിയാണ് സപ്ലൈകോക്ക് കൈമാറുക. ഏക്കറിന് 2200 കിലോ എന്ന പരിധി നോക്കാതെ വിളവ് കൂടുതലുള്ള കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ ഇറങ്ങും. കിലോയ്ക്ക് 28.2 രൂപയ്ക്കാണ് സംസ്ഥാനത്ത് നെല്ല് സംഭരിക്കുന്നത്. പാലക്കാട് ധോണിയിൽ വീണ്ടും പുലി ഇറങ്ങി പശുവിനെ കൊന്നു. ധോണി മൂലപ്പാടത്ത് പുലി ഇറങ്ങിയതായി നാട്ടുകാർ. മൂലപ്പാടത്ത് ഷംസുദ്ദീന്റെ വീട്ടിലെ പശുവിനെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പ്രാഥമിക സ്ഥിരീകരണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ആദ്യം വിവരമറിയിച്ചുവെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. മാസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നിട്ടും വനംവകുപ്പ് വേണ്ട നടപടി എടുത്തില്ലെന്നാണ് ആക്ഷേപം. കൂട് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. നേരത്തെയും ധോണിയിൽ പുലിയും ആനയും ഇറങ്ങിയിരുന്നു. വന്യമൃഗങ്ങൾ ഏറെ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ ആശങ്കയിലാണ്. അനധികൃത കെട്ടിട നിർമ്മാണം പിഴയടച്ച് പരിഹരിക്കാം. കടുത്ത വ്യവസ്ഥകളോടെ ചട്ടങ്ങൾ പുറത്തിറക്കി. അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാൻ ഫീസ് നിശ്ചയിച്ച് കടുത്ത വ്യവസ്ഥകളോടെ ചട്ടങ്ങൾ പുറത്തിറക്കി. 2019 നവംബർ 7 മുൻപ് നിർമ്മിച്ചതോ കൂട്ടിച്ചേർത്തതോ പുനർനിർമ്മിച്ചതോ പൂർത്തീകരിച്ചതോ ആയ കെട്ടിടങ്ങളാണ് കോമ്പൗണ്ടിംഗ് ഫീസ് ഈടാക്കി ക്രമീകരിക്കുക. 1000 രൂപ മുതൽ 10,000-ന് മുകളിൽ വരെ ഫീസുണ്ട്. പഞ്ചായത്തുകളിലെ കെട്ടിടങ്ങൾക്ക് മാത്രമാണ് വിജ്ഞാപനമായത്. കെട്ടിടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അനധികൃതമെങ്കിലും കെട്ടിടത്തിന്റെ ആകെ വിസ്തീർണം കണക്കാക്കി പിഴ നൽകണം. റോഡിൽ നിന്ന് അകലം പാലിച്ചില്ലെങ്കിൽ ഭൂമിയുടെ ന്യായവില അടിസ്ഥാനമാക്കിയായിരിക്കും ഫീസ്. വിജ്ഞാപനം ചെയ്ത റോഡുകളിൽ നിന്ന് 3 മീറ്റർ ദൂരപരിധി അല്ലാത്ത കെട്ടിടങ്ങളും ക്രമവത്കരിക്കാം എന്നതാണ് പ്രധാനപ്പെട്ട മാറ്റം. മുൻ വർഷങ്ങളിൽ 60 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകളെയായിരുന്നു അപേക്ഷാ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നത്. ഈ ഇളവ് 100 ചതുരശ്ര മീറ്റർ വരെയാക്കി. മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിന്റെയും അപേക്ഷാ ഫീസ് വ്യത്യസ്തമായിരുന്നത് ഏകീകരിച്ചു. വീടുകളുടെയും മറ്റു കെട്ടിടങ്ങളുടെയും അപേക്ഷാ ഫീസും വെട്ടിക്കുറച്ചിട്ടുണ്ട്. നഗരസഭകളുടെ വിജ്ഞാപനം ഉടൻ പുറത്തിറക്കും. അതിനുശേഷമേ എന്നു മുതൽ നടപ്പാക്കൂവെന്ന് തീരുമാനിക്കൂ. ജില്ലാതല ക്രമവത്കരണ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ സംസ്ഥാന സമിതിക്കും സർക്കാരിനും അപ്പീൽ നൽകാം. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45.
60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പാലക്കാട് ശാഖ സംഘടിപ്പിക്കുന്ന ദന്തപരിശോധനാ ക്യാമ്പ് 21-ന്. IDA പാലക്കാട് ശാഖയുടെ മുൻകാല പ്രസിഡന്റ് ഡോക്ടർ സുബോധ് HM ജോളി ടീച്ചറും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഡോക്ടർ അനുപമ S, ഡോക്ടർ വിക്രംരാജ്, ഡോക്ടർ ശ്രുതി S, ഡോക്ടർ പത്മപ്രിയ S, ഡോക്ടർ ജയശ്രീ, ഡോക്ടർ രോഹിണി എന്നിവർ പങ്കെടുക്കുന്നു. ഡോക്ടർ പത്മപ്രിയ S, ഡോക്ടർ രോഹിണി എന്നിവർ നടത്തുന്ന കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിനുള്ള ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഫാസ്ടാഗ് സേവനങ്ങൾക്കായുള്ള അംഗീകൃത ബാങ്കുകളുടെ പട്ടികയിൽ നിന്ന് പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് ലിമിറ്റഡിനെ നീക്കം ചെയ്തത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. KYC മാനദണ്ഡങ്ങളും ഓൺബോർഡിംഗ് മാനദണ്ഡങ്ങളും ലംഘിച്ചുവെന്നാരോപിച്ച് PPBLനെതിരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം. മാർച്ച് 15-നകം പേടിഎം ഫാസ്ടാഗ് ഉടമകൾ മറ്റ് പേയ്മെന്റ് സംവിധാനങ്ങളിലേക്ക് മാറാനും RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് രീതിയിൽ ടോൾ പേയ്മെന്റുകൾ നടത്തുന്നതിന് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സാങ്കേതിക വിദ്യയാണ് ഫാസ്ടാഗ്. ഇത് വാഹനത്തിന്റെ ഗ്ലാസിൽ ഘടിപ്പിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് പണം നൽകാൻ കാത്തു നിൽക്കാതെ തന്നെ ടോൾ പ്ലാസകളിലൂടെ കടന്നുപോകാൻ സാധിക്കും. RBI PPBLനെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കണക്കിലെടുത്ത് അംഗീകൃത ബാങ്കുകളുടെ പട്ടികയിൽ നിന്ന് PPBLനെ നീക്കം ചെയ്യാനുള്ള തീരുമാനമെടുത്തതായി NHAI പ്രസ്താവനയിൽ ഇറക്കുകയായിരുന്നു. RBI 2024 ജനുവരിയിൽ PPBLനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 6 മാസത്തേക്ക് പുതിയ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തുന്നതും തടഞ്ഞിരുന്നു. IT സംവിധാനങ്ങളിലൂടെ സമഗ്രമായ ഓഡിറ്റ് നടത്താനും 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും സ്വതന്ത്ര ഓഡിറ്ററെ നിയമിക്കാൻ PPBLനെ കേന്ദ്ര ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഫാസ്ടാഗുകൾ നൽകാനുള്ള അധികാരമുള്ള മറ്റ് 32 ബാങ്കുകളെ NHAI ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. കാവശ്ശേരി പൂരം മാർച്ച് 23-ന്. ദേവസ്വത്തിന്റെ നോട്ടീസ് ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ TN ഉണ്ണികൃഷ്ണൻ പ്രകാശനം ചെയ്തു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ NP ശിവാനന്ദൻ അധ്യക്ഷനായി. കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രമേഷ് കുമാർ മുഖ്യാതിഥിയായി. വോട്ടർ പട്ടികയിൽ ഈ മാസം 28 വരെ പേരു ചേർക്കാം. പാലക്കാട് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ പേരില്ലാത്തവർക്ക് 28 വരെ പേരു ചേർക്കാം. ഇതിനായി ആപ്പ് വഴി അപേക്ഷ നൽകാം. 17 വയസ്സ് കഴിഞ്ഞവർക്കും മുൻകൂറായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് വരാം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. മൃഗങ്ങളുടെ പേരിൽ വർഗീയത, ജാഗ്രത പാലിക്കണമെന്ന് KNM. രാജ്യത്ത് സമാധാനവും പരസ്പര ഐക്യവും നിലനിർത്തി സ്നേഹവും ആദരവും കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് KNM വ്യക്തമാക്കി. വിവിധ തരത്തിലുള്ള വർഗീയതകളെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണെന്നും മണ്ണാർക്കാട് മണ്ഡലം KNM പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ NAM ഇസ്ഹാഖ് മൗലവി പറഞ്ഞു. അംജദ് അൻസാരി, ഹംസ ബാഖ്വി, ഹസൈനാർ മാസ്റ്റർ, ഹംസ മാസ്റ്റർ തച്ചമ്പാറ എന്നിവർ സംസാരിച്ചു. അവാർഡ് ജേതാക്കൾക്ക് പൗരസ്വീകരണം 24-ന്. ആദര ശുശ്രൂഷയിൽ അന്തർദേശീയ അവാർഡ് നേടിയ ലിൻസി പീറ്റർ പറയാറ്റിലും പരിസ്ഥിതി രംഗത്ത് സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായ VK ശ്രീധരനും നൽകുന്ന
പൗരസ്വീകരണം ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർപ്പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. 2022 ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് ഉൾപ്പെടെ 12 സംസ്ഥാന, ദേശീയ, അന്താരാഷ്ട്ര അവാർഡുകൾ ലിൻസിക്കും, ഏറ്റവും മികച്ച സർക്കാർ ഉദ്യോഗസ്ഥനുള്ള ഗ്രാമക്ഷേമ സംസ്ഥാന അവാർഡ് അടക്കം 9 പുരസ്കാരങ്ങൾ VK ശ്രീധരനും ലഭിച്ചിട്ടുണ്ട്. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ 24 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 നടക്കുന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ അധ്യക്ഷനായിരിക്കും. ചാലക്കുടി MP ബെന്നി ബെഹനാൻ മുഖ്യപ്രഭാഷണം നടത്തും. കയ്പമംഗലം MLAET ടൈസൺ മാസ്റ്റർ ഉപഹാരം നൽകും. മാള പഞ്ചായത്ത് 1-ാം വാർഡിൽ പുരസ്കാര സ്മരണാർത്ഥം നിർമ്മിച്ച ഗാർഡിയൻ ഏഞ്ചൽ റോഡ് ചാലക്കുടി MLA TJ സനീഷ് കുമാർ ജോസഫ് നാടിന് സമർപ്പിക്കും. ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കിണറ്റിൽ നിന്നും വെള്ളം കോരിവിറ്റാൽ പിടിവീഴുമെന്ന് ഭൂജല വകുപ്പ്. പാലക്കാട് വേനലും കുടിവെള്ളക്ഷാമവും കടുക്കുമ്പോൾ സ്വന്തം കിണറ്റിൽ നിന്നും കുഴൽ കിണറ്റിൽ നിന്നുമൊക്കെയുള്ള വെള്ളം വിൽപ്പന നടത്തി വരുമാനം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ പിടിവീഴുമെന്ന് ഭൂഗർഭജല വകുപ്പിന്റെ മുന്നറിയിപ്പ്. വ്യക്തികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ തങ്ങളുടെ ജലസ്രോതസ് വിൽപ്പന ചരക്കാക്കുന്നത് കേന്ദ്ര ഭൂജല അതോറിറ്റി മാർഗരേഖയുണ്ടാക്കി നിരോധിച്ചിട്ടുണ്ട്. ഇത്തരം കുടിവെള്ള വിൽപ്പന തടയാൻ ജില്ലാ കളക്ടർമാരെ ഉത്തരവാദിത്തപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവുമുണ്ട്. കുടിവെള്ളം വിൽക്കുന്നവർക്ക് അതിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരമില്ലെന്ന് കൊച്ചിയിലെ പ്രോപ്പർ ചാനൽ സംഘടനാ പ്രസിഡന്റ് MK ഹരിദാസ് ഭൂഗർഭ ജലവകുപ്പ് വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തരം അനധികൃത കുടിവെള്ള വിൽപ്പന നടക്കുമ്പോൾ അധികൃതർ കണ്ണടക്കുകയാണെന്ന ആരോപണവുമുണ്ട്. കുടിവെള്ളം വിൽപ്പനച്ചരക്കാക്കിയതിന്റെ പേരിലെടുത്ത നടപടികൾ വിരളമാണ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് സമീപകാലത്ത് ഇതു സംബന്ധിച്ച് കേസെടുത്തിട്ടുള്ളത്. പാലക്കാട് 2 കേസും മലപ്പുറത്ത് 1 കേസുമാണ് എടുത്തത്. പാലക്കാട് ജില്ലയിൽ അനധികൃതമായി കുഴൽക്കിണർ കുഴിച്ചതിനും കുടിവെള്ളം വിറ്റതിനും 2016 മുതൽ 1.8 ലക്ഷം രൂപ പിഴ ഈടാക്കിയിട്ടുമുണ്ട്. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വാർത്തകൾ തുടരുന്നു. ഉടമ നോക്കി നിൽക്കെ ബൈക്കുമായി മോഷ്ടാവ് കടന്നു. വടക്കഞ്ചേരി തടയാൻ ശ്രമിച്ചിട്ടും ഉടമ നോക്കി നിൽക്കെ ബൈക്കുമായി മോഷ്ടാവ് കടന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ പന്നിയങ്കരയിലാണ് സംഭവം. കിഴക്കഞ്ചേരി പനംകുറ്റി പാറക്കുളം പുഴക്കൽ വീട്ടിൽ സതീഷ് കുമാറിന്റെ ബൈക്കാണ് കവർന്നത്. ആശാരിപ്പണിക്കാരനായ സതീഷ് കുമാർ പണിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനായി പന്നിയങ്കര വിജയകുമാറിന്റെ വീട്ടിലെത്തിയതായിരുന്നു. വീടിന് മുന്നിൽ റോഡരികിലാണ് ബൈക്ക് നിർത്തിയിട്ടിരുന്നത്. പെട്ടെന്ന് തിരിച്ചു വരാമെന്ന ചിന്തയിൽ താക്കോൽ ബൈക്കിൽ തന്നെ വെച്ചു. വിജയകുമാറും സമീപവാസിയായ ഉണ്ണികൃഷ്ണനും സതീഷ് കുമാറും വീട്ടുമുറ്റത്ത് നിന്ന് സംസാരിച്ച് ഇറങ്ങുന്നതിനിടെ റോഡിലൂടെ നടന്നു വന്നയാൾ ബൈക്ക് സ്റ്റാർട്ടാക്കുന്നത് കണ്ടു. സതീഷ് കുമാറും ഉണ്ണികൃഷ്ണനും ഓടിയെത്തി ബൈക്കിന് പിന്നിൽ പിടിച്ചുവെങ്കിലും മോഷ്ടാവ് ബൈക്കുമായി കടന്നു. വിവരമറിയിച്ചതോടെ വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ബൈക്ക് പോകാൻ സാധ്യതയുള്ള വഴികളെല്ലാം പരിശോധിച്ചു. കണ്ണമ്പ്ര വാളുവെച്ചപ്പാറയിലുള്ള വീട്ടിൽ സ്ഥാപിച്ച CCTVയിൽ നിന്ന് മോഷ്ടാവ് ബൈക്കുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പന്നിയങ്കര മേഖലയിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 3 വീടുകൾ കുത്തിത്തുറന്ന മോഷണം നടന്നു. നടന്നു പോകുന്ന സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച സംഭവവും ഉണ്ടായി. ഇനി അല്പം ആരോഗ്യം. ലോകത്തിലെ 100 കോടിയിലധികം പേർക്ക് ഓരോ വർഷവും ഒരു തവണയെങ്കിലും മൈഗ്രെയിൻ ആക്രമണം ഉണ്ടാകാറുണ്ടെന്നാണ് കണക്ക്.
നോക്കാം. ഉത്കണ്ഠ, വിഷാദരോഗം എന്നിവയുടെ സാധ്യത മൈഗ്രെയിൻ വർദ്ധിപ്പിക്കുമെന്ന് മുൻ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനു പുറമെ IBS പോലെ വയറിനെയും കുടലിനെയും ബാധിക്കുന്ന രോഗങ്ങളുമായും മൈഗ്രെയിന് ബന്ധമുണ്ടെന്നും പുതിയ പഠനം ചൂണ്ടിക്കാണിക്കുന്നു. 10 ദശലക്ഷം പേരുടെ ഡാറ്റ ഉപയോഗിച്ച് ദക്ഷിണ കൊറിയയിലെ സിയോൾ നാഷണൽ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് മെഡിസിൻ ആണ് പഠനം നടത്തിയത്. ഇതിനാൽ 3% പേർക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ ഇല്ലാത്തവരെ അപേക്ഷിച്ച് മൈഗ്രെയിൻ ഉള്ളവരിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത അധികമായിരുന്നതായി ഗവേഷകർ നിരീക്ഷിച്ചു. മൈഗ്രെയിൻ ഉള്ളവരിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ അധികമാണെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന 4 പൂരങ്ങൾ 24-ന്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് LDF മേഖലാ കമ്മിറ്റി ഓഫീസുകൾ പ്രവർത്തനം തുടങ്ങി. കനത്ത ചൂട്, തൊഴിലാളികളുടെ പ്രവൃത്തി സമയം പുനഃക്രമീകരിച്ചു. ഒന്നാം വിള നെല്ല് സംഭരണം 70% തുകയും കർഷകർക്ക് നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.